ഇത് കൊതിപ്പിച്ച് കടന്നു കളയും ഇന്ദ്രേട്ടനെ പോലെ. ഇന്ദ്രന്റെ ഡയലോഗ് ഇല്ലേ, കൊതിപ്പിച്ചിട്ട് കടന്നു കളഞ്ഞു എന്ന് പറഞ്ഞ പോലെ. അമർ അക്ബറിലാന്ന് തോന്നുന്നു. അതുപോലെ ഇവിടം വരെ വരും സാധനം വരുന്നുണ്ട്. അത് നമ്മുടെ ആയിരിക്കും മിക്കവാറും. അല്ലതേ പോകുന്നു. കണ്ടോ കണ്ടോ കണ്ടോ, ഒരു കൂസലില്ലാതെ പോകുന്നേ. ആ ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഇന്ന് നമ്മൾ ബാങ്കോക്കിൽ ചെയ്യാനുള്ള പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അടിപൊളി ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനാണ്. യൂഷ്വൽ തായ് ഫുഡ് അല്ല, പക്ഷേ ഇവിടുത്തെ ഏറ്റവും ഹൈപ്ഡ് അപ്പ് അല്ലെങ്കിൽ വൈറലായിട്ടുള്ള കുറച്ച് കഫേ ഫുഡും കുറച്ച് ഡിസേർട്ട്സും അതൊക്കെ വേർത്ത് ദ ഹൈപ്പാണോ എന്ന് ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഇപ്പം ഞങ്ങൾ ഫസ്റ്റ് പോകുന്നത്, ഞങ്ങൾ ആക്ച്വലി ബാങ്കോക്കിൽ ഹണിമൂണിന് വന്നപ്പോൾ ഫസ്റ്റ് ടൈം ഞങ്ങളുടെ ലൈഫിൽ ചുറോസ് കഴിച്ച ഒരു സ്ഥലമാണ്. ചൂ എന്ന് പറഞ്ഞ അതിന്റെ പേര് ചൂ എന്നാണ്. ചൂ എന്ന് പറഞ്ഞ ഒരു കഫേയാണ്. പക്ഷെ ഇപ്പൊ അവർ വലുതായി എക്സ്പാൻഡ് ചെയ്ത് വേറെ ഒരു സ്ഥലത്ത് വലിയൊരു കടയായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അന്ന് ഏതൊരു ഓഫീസിന്റെ ബിൽഡിങ്ങിന്റെ ഫസ്റ്റ് ഫ്ലോറിലും കണ്ടായിരുന്നു. ഓർമ്മയുണ്ടോ പ്രിയ ചുറോസ് കഴിച്ചത് ഫസ്റ്റ്? അത് തന്നെ. ഓ 12-13 വർഷത്തെ മുമ്പത്തെ കാര്യം കേട്ടാ. സോ അതിന്റെ സ്ഥലത്തേക്കാണ് നമ്മൾ ഫസ്റ്റ് പോകുന്നത്. ഹോപ്പ്ഫുള്ളി ആ ഒരു ടേസ്റ്റ് തന്നെയായിരിക്കും ഇന്നും. അന്ന് ചുറോസ് മാത്രമേ കഴിച്ചുള്ളൂ. ഈ ഏരിയയിലൊക്കെ എന്തോരം നല്ല കഫേസും റെസ്റ്റോറൻറ്റ്സും എല്ലാ ടൈപ്പ് ഉണ്ട്. ജാപ്പനീസ്, പബ്സ്, നല്ല ബേക്കറീസ്. 7-Eleven, എക്സ്പെരിമെന്റൽ സൂഷി ഹാൻഡ് റോൾ കണ്ട. കംപ്ലീറ്റ് എന്താണോ നമ്മുടെ മനസ്സിലുള്ളത് അതിവിടെ ഫുഡ് കിട്ടും. ഇതെന്ത് രസമാണ്, ലൂക്ക. അത് വേറെ എന്തോ കഫേ. ബ്യൂട്ടിഫുൾ പ്ലേസസ്. പക്ഷെ ഞങ്ങള് അതെ ഗ്രീൻ റൂം, അതെനിക്കൊന്ന് മറ്റേ വെൽനസ് സാഞ്ചുറി. ഓക്കെ, അമേരിക്കൻ ഡൈനർ വേണമെങ്കിൽ അമേരിക്കൻ ഡൈനർ ഫുഡ്, റോമൻ ഫാമിലി റെസിപ്പി, ഇത് ജാപ്പനീസ് ടോക്കിയോ ഗ്രില്ല്. എന്തോരം ഓപ്ഷൻസാണ്. ഇത് ഞാൻ ബാങ്കോക്കിൽ തുടങ്ങിയ ആരും അറിഞ്ഞില്ല കേട്ടോ. മിനിസ്ട്രി ഓഫ് ക്രാബ്, ഇത് നമ്മുടെ ബോംബെയിലുണ്ട്. ശ്രീലങ്കയിൽ ഒറിജിനൽ ചെയ്ത് നമ്മുടെ ക്രിക്കറ്റേഴ്സ് സംഘക്കാരുടെയും ജയവർദ്ധനയുടെ തോന്നുന്നു ക്രാബിൻ്റെ ഒരു സ്ഥലമാണ്. ഇതൊന്നും ഒരു ക്രാബിന് 10,000 20,000 റുപ്പീസിനൊക്കെ ക്രാബ് ഉണ്ട് കേട്ടോ ഒരു ഡിഷിന്. അപ്പോൾ വരുന്നത് ഇത് ഷൂ ചോക്ലേറ്റ് ബാറിലാണ്. സിൻസ് 2010 കറക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ 2012 13 കണ്ടാൽ 12 തന്നെയാണ് വന്നത്. ഇവിടെ എന്ത് രസമായിട്ട് അവർ ചെയ്തിരിക്കുന്നതെന്ന് നോക്ക്. പണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. ഒരു ഓഫീസ് ബിൽഡിങ്ങിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു. നൗ ദേ മേഡ് ഇറ്റ് ലൈക്ക് എ ക്യൂട്ട് കോസി കഫേ വിച്ച് ഇസ് പെറ്റ് ഫ്രണ്ട്ലി. പേര് ഷൂ എന്നാണ്. നല്ല കോസി ആയിട്ടുള്ള ഇൻറ്റീരിയേഴ്സ് ആണ്, ബ്യൂട്ടിഫുൾ ഇൻറ്റീരിയേഴ്സ്. പക്ഷേ ഇവിടുത്തെ ഇതുപോലെ തന്നെ ഔട്ട്ഡോറിലും ഏരിയ ഉണ്ട്. പക്ഷേ എനിക്ക് ഔട്ട്ഡോർ ഏരിയയിലും അവർ ഇതുപോലെ കൂളറൊക്കെ വെച്ചിട്ടുണ്ട്. സോ ഔട്ട്ഡോർ ഇരിക്കണമെങ്കിൽ ഐ തിങ്ക് സോ യുൽ ബി വെരി കംഫർട്ടബിൾ. ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് അല്ലേ. ഓരോ ഡീക്കാറും ഓരോ സാധനങ്ങളും അവർ ചെയ്ത് വെച്ചിരിക്കുന്നതും ഒരു ഹോംലി, ഒരു പഴയ ഒരു ഇംഗ്ലീഷ് ഹോമിലൊക്കെ പോയാൽ എങ്ങനെയായിരിക്കും, പിൻട്രസ്റ്റി സ്റ്റൈൽ. അതെ, ഇറ്റ്സ് വെരി നൈസ്. ഞാൻ ജസ്റ്റ് ഇവിടുത്തെ ആംബിയൻസ് കാണിക്കുന്നത്. ബാങ്കോക്കൊക്കെ വന്നു കഴിഞ്ഞാൽ തായ് ഫുഡ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യണം. അതിനൊക്കെ കിടിലൻ ലൊക്കേഷൻസ് ഉണ്ട്. എല്ലാവർക്കും പോകാൻ പറ്റുന്നില്ല. പക്ഷേ ജസ്റ്റ് എൻജോയ് ദീസ് ബ്യൂട്ടിഫുൾ ആംബിയൻസ്. അതൊരു ശരിക്കും ഒരു എക്സ്പീരിയൻസ് ആണ്. ആൻഡ് ദ ഫുഡ് ഇസ് ഇന്റർനാഷണൽ ക്വാളിറ്റി. അറ്റ്ലീസ്റ്റ് ഇൻ കേരള യു കനോട്ട് ഗെറ്റ് ഇറ്റ്. ഈവൻ നമ്മൾ ഹയാത്തിലോ അങ്ങനത്തെ ഏറ്റവും നല്ല റെസ്റ്റോറൻറ്റ് ഉള്ള ഹോട്ടൽസിൽ പോയാൽ പോലും ഇത്രയും ക്വാളിറ്റിയിൽ ഇത്രയും അഫോർഡബിൾ ആയിട്ട് കിട്ടത്തില്ല. സോ ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് കുക്കീസിലാണ്. ബൈ 1 get 1 ഫ്രീ കണ്ടു. കുക്കീസൊക്കെ നമുക്ക് ചിലപ്പോൾ ഷോക്കാവും. പക്ഷേ നാട്ടിൽ തന്നെ പനമ്പള്ളി നഗറിൽ ഒരു കുക്കിക്ക് 300 രൂപയുടെ വിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. സോ കുക്കീസ് ആക്ച്വലി നവർ ഡെലിക്കസി. ലുക്ക് അറ്റ് ദിസ്. അവരൊന്ന് വാം ചെയ്തപ്പോഴേക്കും ചോക്ലേറ്റ് ഒക്കെ മെൽറ്റ് ചെയ്തു. നോക്കട്ടെ. ഓ, ഇത് മെക്കഡേമിയ ആൻഡ് ചോക്ലേറ്റ് ആണ്. വെരി ഡെലിഷ്യസ്. അകത്ത് ചൂയിങ്. ഇറ്റ്സ് ഒരു ചൂയി ടൈപ്പ് ഓഫ് കുക്കീസ് ആണ്. ആൻഡ് ദിസ് വൺ, oh, it is peanut butter, Reese peanut butter and chocolate. Salty and chocolatey. അതൊരു ശരിക്കും കുക്ക്ഡായിട്ട് പോലും തോന്നില്ല. പക്ഷേ സ്റ്റിക്കിയാണ് ഒന്ന് പീനട്ട് ബട്ടറിൻ്റെ. ഇറ്റ് ടേസ്റ്റ് റിയലി ഗുഡ്. ഒരു ഭയങ്കര സോഫ്റ്റ് ഇൻസൈഡും വെളിയിൽ ക്രിസ്പല്ല, പക്ഷെ കുറച്ചും കൂടെ ഹാർഡ്.
Look how beautiful and made with love ആണ് ഈ ഒരു പാസ്ത. ഹാൻഡ്-മെയ്ഡ് സ്പാഗറ്റി വിത്ത് ബേക്കൺ, ചില്ലി, ഗാർലിക് ഓയിൽ വിത്ത് സം ഫ്രഷ് മോസറല്ല. ഇതാണ് നമ്മുടെ ഡിഷ്. ലുക്ക് സോ ഗുഡ്. ഓവർ ക്രീമി അല്ല, ഓവർ സോസി അല്ല. ഐ തിങ്ക് ഇറ്റ്സ് ജസ്റ്റ് ഗോയിങ് ടു ബി ജസ്റ്റ് പെർഫെക്റ്റ്. അമേസിംഗ്ലി ബ്യൂട്ടിഫുൾ ലുക്കിംഗ് ഡിഷ്. എനിക്ക് പക്ഷേ ഇതിൽ ഒരു സിമിലാരിറ്റി തോന്നുന്നത് എന്താണെന്നറിയോ? ഈ പാസ്തയുടെ ഒരു കളർ കോമ്പിനേഷനും പ്രിയയുടെ ഡ്രസ്സിന്റെ ഇതിൽ ഏകദേശം അങ്ങനത്തെ ഒരു പല കളേഴ്സ് ഉണ്ട്. വൈറ്റ്, യെല്ലോ, റെഡ്, ഗ്രീന്. ഏതാ ആർക്കാന്ന്? പാൻ കേക്ക് അല്ല ഓർഡർ ചെയ്ത് അവിടെ ഇരുന്നാ മതി. അങ്ങനെ ഞാൻ തൊടും. ഇതുണ്ടല്ലോ. സോ ഇതിൽ ബേക്കൺ ബിറ്റ്സ്, സ്പാഗറ്റി, അത്യാവശ്യം സ്പൈസിയാണ്. റോസ്റ്റഡ് ചില്ലി ഓയിലിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്, ഗാർലിക്ക്. പക്ഷെ ഇതിൽ ബെസ്റ്റിംഗ് എന്താ പറയുക, കുഴഞ്ഞിട്ടില്ല ഈ പാസ്താസ്. കുഴഞ്ഞിട്ടില്ല. കടിക്കുമ്പോൾ ശരിക്കും നല്ലൊരു തിക്നെസ് തോന്നുന്നുണ്ട്. ലൈക്ക് ഒരു മൗത്ത് ഫുള്ളായിരിക്കുന്ന ഒരു ഫീലിംഗ് ആണ്. ഐ ലവ് സച്ച് പാസ്ത. അത് അധികം ക്രീമി അല്ലാത്തത്. പക്ഷെ അതിന് മുമ്പ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് മെയിൻ സംഭവങ്ങൾ. സ്പെഷ്യൽ എഫക്ട്സ് ഒക്കെ കൊടുക്കണം. അത് കൊടുക്കണം. സ്പെഷ്യൽ ഫുഡ് അല്ല, സ്പെഷ്യൽ ആൾക്കല്ലേ. അടിപൊളി. Oh my god, that's maple syrup with butter. Ooh, it's going to be so delicious. My god. Okay, so first bite of our pancake with berries. Over exaggeration ആടാ. അല്ല. Very nice. ഇതിൽ ആക്ച്വലി സാധാരണ നമുക്ക് പ്ലെയിൻ സിറപ്പും അല്ല വരുന്നത്. ഇത് പക്ഷേ മേപ്പിൾ സിറപ്പും ബട്ടറും കൂടെ മിക്സ് ചെയ്തിട്ട് നല്ല ഫ്ലഫി ബട്ടർ മിൽക്ക് പാൻ കേക്കിൽ ബെറീസും കൂടെ വെച്ചാണ് തരുന്നത്. ഔട്ട്സ്റ്റാൻഡിങ് നോ? അപ്പൊ മട്ടിക്കുന്നുണ്ടോ? സ്വീറ്റ് ബട്ടർ അല്ലേ? ചെറിയ സ്വീറ്റ്നെസ്സും ഇല്ലേ മേപ്പിൾ സിറപ്പിന്റെ? ക്രിസ്പിയാണോ? ഞാൻ ഭയങ്കര ഫ്ലഫിയാണ്. ഓക്കെ, നോക്കട്ടെ. പാസ്ത വേണോ? പ്രിയ ബെറീസ് ഒന്നും ഇല്ലാതെ എനിക്ക് തന്നെ കേട്ടോ. ശരിക്കും പാൻ കേക്ക് മേപ്പിൾ സിറപ്പ് വെച്ച് തന്നെയാണ് കഴിക്കേണ്ടത്. ഹണി വെച്ച് ഒരിക്കലും ആ മേപ്പിൾ സിറപ്പിന്റെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടേ ആവില്ല. ഇതൊട്ടും ഡ്രൈ അല്ല, അത്യാവശ്യം തിക്നെസ് ആണ്. വെളിയിൽ കുറച്ച് ഹാർഡും അല്ലേ, അകത്ത് ഭയങ്കര സോഫ്റ്റും. സോയ പ്ലസ് സിനമൺ. സത്യമായിട്ടും രാവിലെ എഴുന്നേക്കുമ്പോൾ ഈ പാൻ കേക്ക് എനിക്ക് കഴിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാം. ശരിക്കും ഇറ്റ്സ് ലൈക്ക് എ വാം ഹഗ് ഇൻ ദ മോർണിംഗ്. സത്യമായിട്ടും എന്തൊരു ടേസ്റ്റ്. സിനമണും ഷുഗറും മേപ്പിളും ബെറീസും സോഫ്റ്റ് പാൻ കേക്കും. ആൻഡ് നമ്മുടെ ചൂറോസ് വന്നിട്ടുണ്ട്. ഇതാണ് ഞങ്ങൾ ഫസ്റ്റ് ടൈം ചൂറോസ് കഴിച്ചത്. അന്ന് ഇതുപോലെ വലുതായിരുന്നു കേട്ടോ. വി വെർ ഇൻ ഹെവൻ. ആൻഡ് ഓ മൈ ഗോഡ്, ഇറ്റ് സ്റ്റിൽ ലുക്സ് സിമിലർ. ഇറ്റ് സ്മെൽസ് ഓഫ് സിനമൺ, ചോക്ലേറ്റ് ഡിപ്പ്, നല്ല ക്രിസ്പി ആൻഡ് ഇറ്റ് ഷുഡ് ബി സോഫ്റ്റ് ആൻഡ് ഡോയി ഓൺ ദി ഇൻസൈഡ്. സിനമൺ ഷുഗർ മുകളിൽ സ്പ്രിങ്കിൾ ചെയ്തിട്ടുണ്ട്. നല്ല ഒറിജിനൽ ബെൽജിയം ഡാർക്ക് മിൽക്ക് ചോക്ലേറ്റ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, സോ ഫസ്റ്റ് തന്നെ ഇത് നമുക്ക് ഡിപ്പില്ലാതെ കഴിച്ചു നോക്കാം. പക്കാട്ടോ, ഒട്ടും ഓയിലായി തോന്നിക്കുന്നില്ല. വെളിയിൽ ക്രിസ്പും അകത്ത് സോഫ്റ്റും, പക്ഷെ വലിയ മധുരമില്ല. ഇനി നമുക്കിത് ചോക്ലേറ്റ് സോസിൽ നോക്കട്ടെ. ഓ, ഇത് ലിൻഡ് മെൽറ്റ് ചെയ്ത പോലത്തെ ചോക്ലേറ്റ്, അല്ല സോസിൻ്റെ ഒരു ഫ്ലേവർ അല്ല. ഇത് ശരിക്കും ഇങ്ങനെ തന്നെ മുക്കി ആ സിനമണും ആ ഡോവും എല്ലാം കൂടെ മാച്ചായി കഴിയുമ്പോൾ, മിക്സായി കഴിയുമ്പോൾ മസ്കം. സോ വർക്ക് കഴിഞ്ഞു. ഇനി എനിക്ക് അങ്ങനെ ഷിപ്പിംഗ് ഏജൻറ്റ് ഒന്ന് പോയി കാണാനുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഷിപ്പ് ചെയ്യാൻ പറ്റില്ല, കാരണം ഒരുപാട് സമയം എടുക്കും. നമ്മുടെ എക്സിബിഷനും പിന്നെ ഷോപ്പിലേക്ക് ഇത് അടുത്താഴ്ച എത്തുന്നതുകൊണ്ട് കുറച്ച് ഐറ്റമല്ലേ ഉള്ളൂ. അതുകൊണ്ട് എയർ ലിഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു, എയർ കാർഗോ ചെയ്യാമെന്ന്. സോ അതിന് ഞാൻ കാണാൻ പോവാണ്. അപ്പോൾ പ്രിയനെ ഹെയർ സ്പാ, പ്രിയയ്ക്ക് ബാങ്കോക്കിൽ വന്നാൽ നിങ്ങൾ വേറൊരു സാധനം ട്രൈ ചെയ്യേണ്ട വൈറൽ ഹെയർ സ്പാ ആണ്. ഒരു തവണ എൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇത്തവണ ഞാൻ കാണിക്കുന്നില്ല. പക്ഷേ പ്രിയൻ്റെ ഹെയർ സ്പാ കയറ്റിയിട്ട് ഞാൻ നേരെ നമ്മുടെ ഷിപ്പിംഗ് ഏജൻറ്റിലും കാണാൻ പോവും. അത് കഴിഞ്ഞിട്ട് നല്ലൊരു ഡിന്നർ സ്ഥലവും കൂടെ കാണിക്കണം. അപ്പോൾ ഞാൻ പോയിട്ട് വരാം. ഇതൊരു ഹാഫ് ആൻ അവർ തീരും. വാഷ് ആൻഡ് ബ്ലോ ഡ്രൈ. ഇത്തവണ സ്പാ പറ്റിയില്ല, ഇത് സലൂണാണ്. നെക്സ്റ്റ് ടൈം ഓക്കെ, ഞാൻ വേഗം വരാം. ഇടയ്ക്കുണ്ടല്ലോ വേദുവിന് സമ്മറിന് ഇടാൻ പറ്റിയ ഒരു മഴയത്തും ചൂടത്തൊക്കെ ഇടാൻ പറ്റിയ ഷൂസ് ഞാൻ നോക്കി എടുക്കണം. അപ്പോൾ സ്കെച്ചേഴ്സിൻ്റെ
അറിയാലോ കംഫർട്ടബിൾ ആയിരിക്കും. പിന്നെ ക്രോക്സ് ഇപ്പോൾ ഒരു ജെൻറിക് ടൈപ്പ്, ഇതൊരു സോക്സും കൂടി ഇട്ട് കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു ക്യാൻവാസ് ഷൂസിൻ്റെ കോൺവേഴ്സ് ഷൂസൊക്കെ ലുക്ക് കാണും. ഇത് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് അവർക്ക് സ്ലിപ്പ് ഓൺ പോലെ ഇടാം. ഇത് ഓരോ ചവിട്ടി ഇട്ട് കഴിഞ്ഞാൽ സാൻഡിൽസ് പോലെ ഇടാം, ഷൂസ് പോലെ വേണമെങ്കിൽ ഈ ബാക്കും പൊക്കാം. നല്ല സാധനമല്ലേ? ഇതിപ്പോൾ സ്കെച്ചേഴ്സ് ഷോറൂമിൽ ഡിസ്കൗണ്ടും ഉണ്ട്. എനിക്കൊന്ന് നാട്ടിൽ ഒരു 1300 1400 വരുന്നുള്ളൂ. ശരിക്കും 2500 കണ്ട. ഇതാകുമ്പോൾ കംഫർട്ടബിളും ആയിരിക്കും. അപ്പോൾ വേദൂനൊരു ഷൂസ് എടുത്തേക്കാം. റെഡ് തന്നെ നല്ല റെഡ് ഉണ്ട്, ഗേൾസിൻ്റെ ഇത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. വൈറ്റ്, പിന്നെ ബ്ലൂ ഉണ്ട്, യെല്ലോ ഉണ്ട്. എന്താ എന്താ ഒന്നും പറയില്ലേ? എന്ത് വേദന ഷൂസ് എങ്ങനെയുണ്ടായിരുന്നു? ഇതെങ്ങനെയുണ്ടായിരുന്നു? എന്തായിരുന്നു? ഏത് ഹെയർ വാഷ് ആയിരുന്നോ? സാധാരണ ഹെയർ വാഷ് ആയിരുന്നു. ആ ആ മറ്റേ ഇൻസ്ട്രുമെന്റ് അതൊന്നും ഇല്ലായിരുന്നു. ഞാൻ കിടന്നപ്പോ അവര് 2 മയിൽപ്പീലി വെച്ചിട്ട് മുഖത്ത് ഇങ്ങനെ കിക്കളി എടുത്തിട്ട് പോയ ആദ്യം മുഖത്തൊക്കെ അവര് ഇങ്ങനെയൊക്കെ ചെയ്തു. ഇത് മറ്റേ ഹെയർ സ്പാ ആയിരുന്നു, അല്ലാതെ വാഷ് ആൻഡ് ഡ്രൈ അല്ലായിരുന്നു. അല്ലേ? അതാ ഞാൻ മറ്റേ കൊറിയൻ മറ്റേ സാധനം കിട്ടില്ല, വാട്ടർഫോൾ ഒക്കെ അതുണ്ടായിരുന്നു. എനിക്ക് കാണാൻ പറ്റില്ലല്ലോ. 1 മണിക്കൂർ എടുത്തു. ഇങ്ങനെ ഒച്ച മാത്രം കേൾക്കാം. മയിൽപ്പീലി ഇട്ട് അതിന് ഇൻസ്ട്രുമെന്റ് ഒന്നും ഇങ്ങനെ അടുത്ത് വെച്ച് പ്ലേ ചെയ്തില്ല. സാധാരണ എന്തോ പിയാനോ ചെയ്യാം, അല്ലെങ്കിൽ മറ്റേ ഇങ്ങനെ ഒരു ബുദ്ധിസ്റ്റ് എന്തോ സാധനങ്ങളൊക്കെ സൗണ്ട് ഒന്നും കേട്ടില്ല. ബെല്ലിന്റെ മണിയുടെ ഒന്നും പറഞ്ഞാലേ ഇതൊക്കെ ശ്രദ്ധിക്കുള്ളൂ. ഞാൻ കണ്ണടച്ച് കിടക്കുവായിരുന്നു. എന്നാലും ഇങ്ങനെ വെള്ളം വീഴുന്നൊക്കെ ഇങ്ങനെ റാ പോലെ. സാധാരണ വാഷ് ആൻഡ് ഡ്രൈ അല്ലായിരുന്നത് അല്ലേ? എന്തായാലും നോർമലി ഹെയർ വാഷിനെക്കാളും ബെറ്റർ മസാജ്. ഗൈസ്, അപ്പൊ ഇനി നമ്മുടെ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഇന്നലെ അത് കഴിഞ്ഞിട്ട് പ്രിയയുടെ ഹെയർ സ്പാ ഒക്കെ കഴിഞ്ഞ് ഭയങ്കര ടയർഡായി രാത്രി അവിടുത്തെ ഫുഡ് കോർട്ടിൽ തന്നെ കഴിച്ചിട്ടാണ് നമ്മൾ വന്നത്. അത് പ്രത്യേകിച്ച് കാണിക്കൊന്നുമില്ലായിരുന്നു. ഇനി അടുത്തത് പോകുന്നത് ഏറ്റവും എനിക്ക് തോന്നുന്നു ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫുഡ് ഐറ്റമാണ് സൂഷി. പക്ഷെ സൂഷി ഇസ് ആക്ച്വലി ക്വൈറ്റ് എക്സ്പെൻസീവ്. പിന്നെ സെക്കൻഡ്ലി എല്ലാവർക്കും ഈ റോ ഫിഷും അങ്ങനത്തെ ഒന്നും ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. പക്ഷെ നിങ്ങൾക്ക് സൂഷി ട്രൈ ചെയ്യണം, അല്ലെങ്കിൽ എല്ലാം ട്രൈ ചെയ്യണമല്ലോ. അപ്പോൾ ആ സമയത്ത് മീറ്റിന്റെ സൂഷി വേണം, കുക്ക്ഡ് ആയിട്ടുള്ള സൂഷി വേണമെങ്കിൽ ഒത്തന്റിക് അല്ലെങ്കിലും ഒരു സംഭവം കിട്ടുമല്ലോ, ഒരു ടേസ്റ്റ് കിട്ടുമല്ലോ. അത് വളരെ അഫോർഡബിൾ റേറ്റിൽ. എനിക്കൊന്ന് ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം. കാരണം വേറെ എവിടെയും ഇത് നടക്കില്ല. ജപ്പാനിൽ പോലും ഇത്രയും അഫോർഡബിൾ ആയിട്ട് ഇത് നടക്കില്ല. സോ അങ്ങനത്തെ ഒരു സ്ഥലത്താണ് നിങ്ങൾ അടുത്ത് കൊണ്ടുപോകുന്നത്. അത് കഴിഞ്ഞിട്ട് നല്ല ഡെസേർട്ടും കൊണ്ടുവരും. സോ ഈ കാണിക്കുന്ന സ്ഥലങ്ങളൊക്കെ നിങ്ങൾ ഈ ഒരു ഏരിയയുടെ അടുത്താണെങ്കിൽ എന്തായാലും പോയി വിസിറ്റ് ചെയ്യുക. ബിക്കോസ് ഇറ്റ്സ് അഫോർഡബിൾ ആൻഡ് ഇറ്റ്സ് ടേസ്റ്റി ആൻഡ് ഓഫർ യു എ വെരി ഡിഫറെന്റ് എക്സ്പീരിയൻസ്. ഈ ബാങ്കോക്കിലെ കൺവീനിയൻസ് ജസ്റ്റ് വീണ്ടും കാണിക്കുവാണ്. ഇത് എം ക്വാർട്ടർ മോളിലാണ്. നമ്മുടെ ഹോട്ടലിൽ നിന്ന് നേരെ എം ക്വാർട്ടർ വരെയാണ് അവർ ഡ്രോപ്പ് ചെയ്യുന്നത്. മെട്രോ ഉണ്ടോണ്ട്. സോ എം ക്വാർട്ടറിൽ നിന്ന് നേരെ മെട്രോ സ്റ്റേഷൻ. പക്ഷെ നമുക്ക് സൂഷി കഴിക്കേണ്ടത് എംപോറിയം മോൾ എന്ന് പറഞ്ഞ സ്ഥലമാണ്. എംപോറിയം മോളിൽ നമുക്ക് ഇതുപോലെ വാക്ക് വേ കൂടെ നേരെ റോഡൊന്നും ക്രോസ് ചെയ്യാതെ മേളിൽ കൂടെ ഇങ്ങോട്ട് വരാം. ഇനി ഈ വഴി നേരെ പോയി കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ബ്ലോഗിൽ കാണിച്ച ഏറ്റവും അടിപൊളി ഫുഡ് കോർട്ടുള്ള എംസ്ഫിയർ മോൾ, അതാണ് അവിടെ കാണുന്നത്. ഐക്യയും അതൊക്കെ കണ്ടില്ലേ? അതും ഇതുപോലെ കവേർഡ് വാക്ക് വേ ആണ്. സോ മഴ വെയിൽ ഒന്നും നമ്മളെ എഫക്ട് ചെയ്യില്ല. ആൻഡ് മോഡ് ഓഫ് വൈബ്. ഇന്ന് വീക്ക് ഡേ ആയിട്ടും അടിപൊളി വൈബാണ്. എന്താ ഇത്? ഓഫ് ഗ്ലാസ്, എന്റെ അമ്മോ, എത്രയോ 3450 around 8,000 rupees ഒരെണ്ണത്തിന്. Can you believe this? This is so unbelievable. എന്തൊരു യൂണിക് അല്ലേ? എങ്ങാണിത് പൊട്ടിയാൽ എന്തായിരിക്കും? പൊട്ടിയാല് പൊട്ടിക്കാതെ ആരാണെന്നൊന്നും നോക്കില്ല. എന്ത് റഷാന്ന് കണ്ട. ഭയങ്കര പോപ്പുലർ ആണ് ഇത്. ഫുള്ളായി വീക്ക് ഡേ ഇരിക്കുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവല്ലോ ഹൗ പോപ്പുലർ ദിസ് പ്ലേസസ്. നമ്മൾ വന്നിരിക്കുമ്പോ തന്നെ അവരിങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യും. അതെ, ഭയങ്കര വെൽക്കമിങ് ഒക്കെയാ. സോ അതെ, വഴക്ക് പറയാണത്. സോ ഇതില് നമുക്ക് ആദ്യമേ തന്നെ കുറച്ച് സോയ സോസ്. ഇതെന്താ വസാബി ആണോ? എന്താ ഇത്? അല്ല, ഇത് റാഡിഷ് പോലെയാന്ന് തോന്നുന്നു. വസാബി ഇല്ലേ? എന്തായാലും കുറച്ച് സോയ സോസ് ഒഴിച്ചു വെക്കാം. ഓർഡർ ചെയ്ത് തുടങ്ങാമല്ലോ. പ്രിയ സീ ഫുഡ് കഴിക്കുന്നില്ല. പക്ഷെ സീ ഫുഡ് വേണ്ടല്ലോ. നമുക്ക് നോക്കാം എന്തൊക്കെയുണ്ടെന്ന്. നോക്കട്ടെ. ഇതില് വെള്ളം വരും. കണ്ട എന്ത് സൗകര്യം നോക്ക്. ഇത് ചൂടുവെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി. ഇതായിരിക്കും തണുപ്പ്. നോക്കട്ടെ. കൈ കഴുകാനും സൗകര്യം. അയ്യടാ,
എന്താ അറിയാത്തവര് വേണമെങ്കിൽ അതും ചെയ്യും. കഴുകി തുപ്പി തുപ്പിട്ടും പോകും. വസാബി ആയിരിക്കും ചിലപ്പോ, നോക്കട്ടെ. ഇത് വസാബി, ഇതും സോയാ സോസും ഇട്ട് നമുക്ക് റെഡിയാക്കാം ആദ്യമേ. സാധനങ്ങൾ ഭയങ്കര ചീപ്പാണല്ലോ പ്രിയ. ഡ്രിങ്ക് അൺലിമിറ്റഡിന് 40 ബാത്ത്, സോ 80 രൂപയേ ഉള്ളൂ ഡ്രിങ്കിന്. ഓക്കെ, നോക്കട്ടെ ആദ്യം ഓർഡർ ചെയ്യട്ടെ സാധനങ്ങൾ. ടാബിൽ കൂടെ ഓർഡർ ചെയ്യാം. നമുക്ക് ആദ്യമേ ഇവരുടെ റോൾസ് നോക്കട്ടെ ഏതൊക്കെയാണ്. ട്യൂണ മായോ, എനിക്കത് ഒരെണ്ണം വേണം എന്തായാലും. ട്യൂണ മായോ ഇസ് മൈ ഫേവറേറ്റ്, അത് ഓർഡർ ചെയ്യാം. സാൽമൺ എഗ് സാൽമൺ അതൊന്നും വേണ്ട. ഞാൻ ഇവിടെ ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല, നോക്കട്ടെ. പണ്ട് മീറ്റ് എഗ് കണ്ട, അതാ ഞാൻ പറയാം. സോ നിങ്ങൾക്ക് പോർക്ക്, ബീഫ് അതൊക്കെ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുമല്ലോ. ഫോർ എക്സാമ്പിൾ ഇത് കുക്ക്ഡ് ബീഫ് ആയിരിക്കും, ബീഫ് ഷോർട്ട് റിബ് ആയിരിക്കും. അതിന് നമുക്ക് വേണമെങ്കിൽ ഒരെണ്ണം ഓർഡർ ചെയ്യാം. അതുപോലെ തന്നെ ഫ്രൈഡ് ചിക്കൻ കണ്ട, അതാ പറഞ്ഞത്. സൂഷിയിൽ സാധാരണ പോലെയല്ല, പല രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് ഓർഡർ ചെയ്ത് എൻജോയ് ചെയ്യാം. ഇത് ബ്രേസ്ഡ് പോർക്ക്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ഡെസേർട്ട് ഡ്രിങ്ക് ഡെസേർട്ട്സ് ഒക്കെ പിന്നെ നമുക്ക് നോക്കാം. ആൽക്കഹോളും ഉണ്ട്, സോഫ്റ്റ് ഡ്രിങ്ക്സും ഉണ്ട്. ഇന്ന് എനിക്ക് സാൽമൺ റോ ഇഷ്ടമല്ല, എനിക്ക് സാൽമണിന്റെ മുട്ടയാണ്, പക്ഷെ ഭയങ്കര എഗ്ഗി ടേസ്റ്റാണ്. പക്ഷെ 120 രൂപയുടെ ക്രാബിന്, സ്നോ ക്രാബ്, ദാറ്റ്സ് വെരി എക്സ്പെൻസീവ്. എനിക്കൊന്ന് അലാസ്കൻ കിങ് ക്രാബിന്റെ ഒക്കെ ഒരു രീതിയാണ് സ്നോ ക്രാബ്, ജാപ്പനീസ് ആണ്. അതെന്തായാലും ഒരെണ്ണം ഓർഡർ ചെയ്യാം. 60 ഉള്ളൂ ഇന്ന്, ഡിസ്കൗണ്ടാണ്. പോട്ടെ, പൊളിക്കും നമ്മളിന്ന്. ഒരു വയറ്റിൽ ഒരു ദിവസം പോർക്ക്, ബീഫ്, ചിക്കൻ, ഫിഷ്, ക്രാബ്. ഇത് കൊതിപ്പിച്ച് കടന്നു കളയും, ഇന്ദ്രേട്ടനെ പോലെ. ഇന്ദ്രേട്ടന്റെ ഡയലോഗ് ഇല്ലേ, കൊതിപ്പിച്ചിട്ട് കടന്നു കളഞ്ഞു എന്ന് പറഞ്ഞ പോലെ. അമർ അക്ബറിലാന്ന് തോന്നുന്നു. അതുപോലെ ഇവിടം വരെ വരും സാധനം, വരുന്നുണ്ട്. അത് നമ്മുടെ ആയിരിക്കും മിക്കവാറും. അല്ലതേ പോകുന്നു, കണ്ടോ കണ്ടോ കണ്ടോ, ഒരു കൂസലില്ലാതെ പോകുന്നേ. നമ്മുടെ സാധനങ്ങൾ വന്ന് അനൗൺസും ചെയ്തതേ, ഐറ്റംസ് ആർ ഓർഡേർഡ് സൂൺ, ഇറ്റ് വിൽ അറൈവ്ഡ് എന്ന് പറഞ്ഞിട്ട്. സോ 3 സാധനങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, സോ ലെറ്റ് മീ സ്റ്റാർട്ട് വിത്ത് ദിസ്. വേണ്ട, കൈവച്ച് കഴിക്കാം, ഇത് താഴെ പോയാലേ നഷ്ടമായി പോകും. ഇത് മയോ ട്യൂണ, നമ്മുടെ ഒരു സബ്വയിലൊക്കെ കിട്ടില്ല ട്യൂണ മയോ, അതുപോലെയാണ്. സീവീഡ് ആൻഡ് യുവർ സുഷി റൈസ്. അടുത്തത് നമ്മുടെ പോർക്കാണ്. ലുക്ക് അറ്റ് ദ ഗ്രിൽഡ് ബ്രേസ്ഡ് പോർക്ക്. അതിൽ നിന്ന് ജ്യൂസസ് ഒക്കെ ഒഴുകുന്ന നോക്ക്. അയ്യോ, അമേസിംഗ് ഡിഷ്. ഇത്രയും ഫ്ലേവർ ആയിട്ടുള്ള പോർക്കും കുക്ക് ചെയ്ത്, ഇതിൽ നമ്മുടെ ഒരു റോസ്റ്റഡ് പോർക്കില്ലേ അതിന്റെ ഫ്ലേവറാണ്. ഇത് ഒരെണ്ണേ ഉള്ളൂ, അതെനിക്കാണ്. ബീഫാ. കുറച്ച് സോയാ സോസിലും വസാബിയിലൊന്ന് മുക്കിക്കോട്ടെ. Oh my God. ഇത് ബീഫ് സ്റ്റേക്ക് പോലെ ഇരിക്കുന്നു. അത് ഹാഫ് കഴിച്ചോ, അത്രയും ടേസ്റ്റോ. ക്രാബ്, സ്നോ ക്രാബാണ്. ഇത് കോൾഡ് ആണ് കേട്ടോ, മുകളിൽ കോൾഡ് ആണ്. കുറച്ച് സോസി മുക്കട്ടെ. ഇത് റോ ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടുള്ളൂ. ക്രാബ് ഇസ് വെരി ഫ്രഷ്, ഓവർ ഫിഷി ഫ്ലേവർ ഇല്ല. റൈസ് ഓൾസോ പെർഫെക്റ്റ്. കൂട്ടിയിട്ടിരിക്കുന്ന റൈസ് ആണ് നമ്മൾ കഴിക്കുമ്പോൾ ഓരോ തരി റൈസിന്റെ ഫീലിംഗും കിട്ടും. എല്ലാം കൂടെ കുഴഞ്ഞിരിക്കുന്ന ഫീലിംഗ് ഇല്ല. ബീഫ് കുഴപ്പമായി അങ്ങനെ താഴെ കളയാൻ പറ്റില്ല. അതാ പറഞ്ഞത്, സൂഷി ഇഷ്ടമല്ലാത്തവർ ഇതൊന്ന് ട്രൈ ചെയ്യുക. പ്രിയക്ക് ഇങ്ങനെ ഫുള്ളായിട്ട് കഴിക്കുന്നത് വലിയ ഇഷ്ടമല്ല, പക്ഷെ അതിന്റെ ടേസ്റ്റ് അതാണ് അല്ലേ. ഇതാ പറഞ്ഞ, ശരിക്കും ബുഫിനെ കാട്ടി എൻജോയബിൾ അല്ലേ ഇത്. പ്രിയ അത് ചോറ് പോലെ കുഴച്ചാ കഴിക്കുന്നത്. എന്തേ വേർത്തല്ലേ സൂഷിറോ? അതാ പറഞ്ഞത് വേർത്താന്ന്. ഞാനാണ് പ്രിയനെ അതിലേക്ക് കൺവേർട്ട് ചെയ്തത്. അത് റിയൽ സൂഷി ഇഷ്ടമാട്ടെ, എന്ന് വെച്ചാൽ ട്യൂണയും സാൽമണൊക്കെ ഇഷ്ടമാണ്, കുക്ക്ഡ് അല്ലെങ്കിലും. ഇത് ചിക്കൻ ഫ്രൈ, ആലോചിച്ച് നോക്ക്, ചിക്കൻ ഫ്രൈ സൂഷി. അത് കഴിച്ചു നോക്ക് എങ്ങനെ ഉണ്ടോ. അപ്പൊ ഇതും കൂടെ കഴിഞ്ഞാൽ പോവാലോ, ഫുള്ളായില്ലേ? എന്ത് സാധാരണ അങ്ങനെ പറയാത്ത ആളാണല്ലോ. അതാണ്. അടുത്ത റൗണ്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്.
4 വേറെ സാധനം, പക്ഷെ ചിക്കൻ ഫ്രൈ ഒരെണ്ണം കൂടെ ഓർഡർ ചെയ്തു. അടിപൊളിയല്ലേ അത്? ആ ഒരു റൈസും സൂപ്പർ ആട്ടോ ഇത്. എന്തായാലും ഇവിടെ മസ്റ്റ് എപ്പോഴും വന്നു കഴിഞ്ഞാൽ വിസിറ്റ് ചെയ്യണ്ട സൂഷി റോ. അടുത്ത സാധനങ്ങൾ വന്നു, ഇത് വരുന്നത് എടുക്കാൻ പറ്റുന്നില്ല. അനൗൺസ് ചെയ്യുന്നത് ഇതെന്താന്ന് പ്രിയ ഗസ് ചെയ്താ? പ്ലാറ്റിനം മോളില് ഞാൻ സ്പോൺസർ ചെയ്യും 3 ഡ്രസ്. ഇത് നമ്മുടെ ചിക്കൻ ഫ്രൈ ആണ്, ഭയങ്കര ടേസ്റ്റ്. നമ്മുടെ ഒരു ബ്രോസ്റ്റഡ് ചിക്കന്റെ നല്ല റിച്ച് ഫ്ലേവർ ഉള്ള സംഭവം. ഇത് സോസ് ഒന്നും ആവശ്യമില്ല, ഇങ്ങനെ തന്നെ കഴിക്കാം. സ്വീറ്റ് പൊട്ടറ്റോ അല്ല, കഴിഞ്ഞു. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, പറ. ഇതിനിടയ്ക്ക് നമ്മുടെ ചീസ് സൂഷി വന്നിട്ടുണ്ട്, അതെടുക്കട്ടെ. അത് ഹാംബർഗർ ആണ്, ബർഗർ സൂഷി. അതുമല്ല, കഴിഞ്ഞു. പ്ലാറ്റിനം മോളിൽ പോയി സ്വന്തം കാർഡ് വരയ്ക്കുക അങ്ങോട്ട്. പംകിൻ. ഇത് നമ്മുടെ ചീസ് ഷ്രിംപ് സൂഷിയാണ്. ഫ്ലേവറാണ്, ക്രീമി സ്മോക്കി ചെമ്മീൻ ഫ്ലേവർ. നിങ്ങൾ കണ്ടത് ഒട്ടും ഫ്ലേവർ ഇല്ല തോന്നുന്നു, പക്ഷെ സോസ് നോക്കണ റൈസിൽ തന്നെ ലെമണിൻ്റെ ഒക്കെ ഒരു ടാങ്കിനെസ് ഉണ്ട്. പ്ലീസ് വെക്കാം. ഇതെനിക്ക് തോന്നുന്നു ഒരുപാട് മോൾസിലുണ്ട്. നിങ്ങൾ സൂഷി റോയ് വന്നൊന്ന് ട്രൈ ചെയ്യുക. ഐ എം ഷുവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഫ്ലേവേഴ്സ് ഇവിടെ കാണും. കാരണം ഇത് നമ്മുടെ നാട്ടിൽ ഒരിക്കലും കിട്ടാത്ത എക്സ്പീരിയൻസ് ആണ്. മലേഷ്യ, വിയറ്റ്നാം എവിടെ പോയാലും ഇത്രയും ഡിഫറെൻ്റ് ആയിട്ടുള്ള സൂഷീസ് കിട്ടാൻ കുറേ പാടാണ്. ഈ അഫോർഡബിൾ റേറ്റിൽ ഇത്രയും നല്ല ഇൻഫ്രാസ്ട്രക്ചറിൽ ബാങ്കോക്കിൽ വരുന്ന എല്ലാവരും സൂഷി റോയിൽ വരും. നോക്കട്ടെ, ഹാംബർഗർ സൂഷി. ഈ സൂഷിയുടെ ഗുണം എന്താ അറിയോ? എല്ലാം ഒരു വായാണല്ലോ. എവറി മൗത്ത് ഫുൾ ഇസ് ഫ്ലേവർ. ഇപ്പം നമ്മൾ ചിലപ്പം ചോറും കറി കഴിക്കുമ്പോൾ എല്ലാത്തിലും നമുക്കൊരു കറക്റ്റ് ഫ്ലേവർ ആയിരിക്കില്ല, മിക്സ് ആയി പോകും. ചിലപ്പോൾ അളവ് കൂടും, അളവ് കുറയും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ബാലൻസ് ആയിരിക്കും ഓരോ മൗത്ത് ഫുള്ളും. ഇവിടെ ഓരോ മൗത്ത് ഫുള്ളിൽ കിട്ടുന്ന ഫുഡിന് പെർഫെക്റ്റ് ബാലൻസും ടേസ്റ്റും ആയിരിക്കും. ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പ്ലേറ്റ് ഇങ്ങനെ അടുക്കി വെക്കണം. ആ പ്ലേറ്റ് എണ്ണിയിട്ടാണ് കഴുകി കൊടുക്ക്. പ്ലേറ്റ് എണ്ണിയിട്ടാണ് അവർ ബില്ല് ചെയ്യുന്നത്. എനിക്ക് കുറേയും കൂടെ കഴിക്കായിരുന്നു. ഞാൻ ഈ കൊക്കക്കോള 40 ഭാഗത്തിന് മുതലാക്കാനായിട്ട് 3ാമത്തെ ഗ്ലാസ്സാണ് ഡയറ്റ് കോക്ക്. ഫ്രീ കിട്ടിയതാ പ്രശ്നം, കുടിച്ചുകൊണ്ടിരിക്കും. കുഴപ്പമില്ല, നമുക്ക് ഡെസേർട്ടിലേക്ക് പോവാം. മര്യാദയ്ക്ക് അത് കുറച്ചിട്ട് ഇത് ഫുഡ് കൂടുതൽ ഓർഡർ ചെയ്യായിരുന്നു. ഇപ്പം 40 ഭാഗത്തിന് 3 ഗ്ലാസ്സായി കൊക്കക്കോള 0. ഫ്രീ ആണെങ്കിൽ തൊട്ടിട്ടില്ല ഐസ് ടീ. അതേ പറഞ്ഞ ഡ്രിങ്ക് ഓർഡർ ചെയ്യണ്ടാന്ന്. ഫുള്ള് 2 ഗ്ലാസ് കുടിക്കുവോ? അതാ പ്രശ്നം. എന്താ പ്രശ്നം? നാട്ടില് കരിമീനും എല്ലാത്തിനും തൊലി കഴിക്കുമല്ലോ, പിന്നെ ഇവിടെ എന്താ? ഇത് റോസ്റ്റഡാ, റോ അല്ല. അത് നോക്കട്ടെ, ഇത് ചീസും സാൽമണൊക്കെയാണ്. എല്ലാം ഞാൻ ലോകത്ത് എന്തൊക്കെ മനുഷ്യർ കഴിക്കും എല്ലാം ഞാൻ ട്രൈ ചെയ്യും. ഇഷ്ടപ്പെട്ടാൽ പിന്നെയും കഴിക്കും, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കഴിക്കില്ല. ട്രൈ ചെയ്യാതെ ഒന്നും നിർത്തില്ല. നോക്കട്ടെ, എത്ര പേരുടെ മുഖം പ്രിയയുടെ പോലെ ഇരിക്കുന്നുണ്ടായിരിക്കും ഇപ്പോൾ. വലിയ കുഴപ്പമൊന്നുമില്ല. ഫിഷിന്റെ തൊലി, ബേസിൽ ലീവ്സ് ഉണ്ട്, ആൻഡ് സം ക്രീമി ചീസും മയോ മിക്സ് ചെയ്തോ അതെ ഫുള്ളായി. ഇനി അടുത്തത് ഡിസേർട്ട്സ്. ഡിസേർട്ടും ചിലപ്പോൾ ഗസ് ചെയ്യില്ല. ഇതറിയാം, മാച്ച. പക്ഷെ ഇതെന്താണെന്നറിയോ? ക്രെം ബ്രൂലെ സ്വീറ്റ് പൊട്ടേറ്റോ. സ്വീറ്റ് പൊട്ടേറ്റോന്റെ മുകളിൽ ക്രെം ബ്രൂലെ പോലെ റോസ്റ്റ് ചെയ്ത് വാനില ഐസ്ക്രീം വെച്ച് വന്നിരിക്കുന്നത്. പ്രോപ്പർ സ്വീറ്റ് പൊട്ടേറ്റോ, മറ്റേ ഷുഗർ ഇട്ടിട്ട് ക്രെം ബ്രൂലെ പോലെ ആക്കിയിരിക്കുന്നത്. യുണീക് നോ? ഐസ്ക്രീമിന്റെ നോക്കട്ടെ. സ്വീറ്റ് പൊട്ടേറ്റോയും ഞാനെന്തായാലും ഐസ്ക്രീം കുറച്ച് എടുക്കുന്നുണ്ട്. ഓ നൈസ്. ഇവിടെ നാട്ടിൽ കിട്ടുന്ന സ്വീറ്റ് പൊട്ടേറ്റോ അല്ല കേട്ടോ, ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടുന്നത്. ഇവിടെയും തൈവാൻ, മലേഷ്യ ഒക്കെ എന്തൊരു ടേസ്റ്റാ സ്വീറ്റ് പൊട്ടേറ്റോ. ആൻഡ് ഇറ്റ്സ് വൺ ഓഫ് ദ സൂപ്പർ ഫുഡ്സ് ഓഫ് ദ വേൾഡ്. സ്വീറ്റ് പൊട്ടേറ്റോസ് നാട്ടിൽ കിട്ടുന്ന സ്വീറ്റ് പൊട്ടേറ്റോ ഒരു ടേസ്റ്റ് ഇല്ല, എന്താണെന്ന് അറിയില്ല. ഭയങ്കര ഒരു മധുരമില്ല, കളറും വേറെ. ഐ ഡോണ്ട് നോ, മേ ബി ഡിഫറെന്റ് ഇതിന്റെ ആയിരിക്കും. മറ്റേ എനോ ആയിരിക്കും, വേറെ എനോ ആയിരിക്കും. ഇവിടെ നിന്നാ അതിന് 10 കിലോന് എക്സ്ട്രാ ലഗേജ് കൊടുക്കണം നമ്മുടെ. ഇത് കൊള്ളാലോ, എന്തോ മുകളിൽ ഷുഗർ കോട്ടിങ് പോലെ എന്തോ ഉണ്ട്. ഇത് മാച്ച.
It actually tastes like റോയ്സ്. ജപ്പാനിൽ പോയപ്പോൾ റോയ്സിന്റെ ഒരു ചോക്ലേറ്റ് ഉണ്ട്, അതിന്റെ മാച്ച ഫ്ലേവർ പോലെ ഉണ്ട്. ഡെലിഷ്യസ്. ഭയങ്കര മാച്ചയുടെ ബിറ്റർനെസ് ഇല്ല. ഒരു മേളിൽ ഒരു ക്രെം ബ്രൂലെ പോലത്തെ ഷുഗർ കോട്ടിങ്ങും ഉണ്ട്. ഐ തിങ്ക് സോ ദിസ് ഇസ് ആൻ അമേസിംഗ് തിങ്. ഒരു സ്മൂത്ത് ചോക്ലേറ്റ് ടെക്സ്ചറും ആണ്. ഐസ്ക്രീമിന്റെ ടെക്സ്ചർ അല്ല, സ്മൂത്ത് ചോക്ലേറ്റ് ടെക്സ്ചർ. സൂപ്പർ. ഇതിന് റോയ്സിന് ഒരു പാക്കറ്റ് വാങ്ങണ്ടേ? അവരുടെ മെഷീൻ വെച്ച് പ്ലേറ്റിൽ ഇങ്ങനെ തൊടുമ്പോ തന്നെ കൗണ്ട് ആവുന്നത് അത് കൊള്ളാലോ. നമ്മൾ ഇവരുടെ പ്ലേറ്റ് എല്ലാം കൊടുക്കണം. കഴിച്ചിട്ട് 720 baht. That's like 1600 1650. ഡ്രിങ്ക് അൺലിമിറ്റഡ്. ഇത്രയും നമ്മൾ സൂഷീസും അതുപോലെ ഡെസേർട്ട്സും സ്റ്റാർട്ടർ മറ്റേ സ്വീറ്റ് പംകിനും എല്ലാം കൂടെ കഴിച്ച് 1600. എന്താ ഇത്? ജപ്പാനിൽ പോകണം നിങ്ങൾ. സൂഷി കഴിക്കണമെങ്കിൽ ഇവിടെ വന്നാൽ മതി. ജപ്പാൻ ഇത് ഡബിളോ, ഇത് തന്നെ ഒരു 3500 ഇത് അവരുടെ അഫോർഡബിൾ ചെയിൻ, എന്നാലും അത്രയാവും. പിന്നെ ഇത് നമ്മൾ അവിടെ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ പേയ്മെന്റും ചെയ്ത് ഇറങ്ങാം. ഫിനിഷ്. കലാസ്. കൈ കഴുകു. എനിക്കൊന്നൊരു പ്ലേറ്റ് ഇവിടെ വെച്ചിട്ടേ ഒരു ബൗള് അതിന്റെ ഒരു ഇതും കൂടെ വെക്കണായിരുന്നു അല്ലെ. എന്തായാലും ഇത്രക്ക് വെച്ചില്ലേ. എഴുന്നേറ്റ് പോയി പ്രിയ. അപ്പൊ ഡിന്നർ ഫുൾ വെറൈറ്റി ആണ് കേട്ടോ ഇന്ന്. കംപ്ലീറ്റ് വെറൈറ്റി. തൈ ഫുഡ് പിടിക്കാം. നമ്മൾ ജാപ്പനീസ് കഴിച്ചു, പിന്നെ മറ്റേ കഫേയിലെ ഫുഡ് കഴിച്ചു. ഇന്നിപ്പം ഇറ്റാലിയൻ ആണോ ഫ്രഞ്ച് ആണോ എന്ന് എനിക്കറിയില്ല. ഇത് സെൻട്രൽ എംബസിയിലെ പൂലെ എന്ന് പറയുന്ന, പൂലെന്നാണെന്ന് തോന്നുന്നു പ്രൊനൗൺസിയേഷൻ. ദാറ്റ് മീൻസ് ചിക്കൻ. അതിന്റെ ബിസ്ട്രോ. സോ അതിന്റെ പ്രൊമോഷൻ നടക്കുന്നുണ്ട്. സോ യു ഗെറ്റ് ഹാഫ് ചിക്കൻ വിച്ച് ലുക്സ് റിയലി ഗുഡ്, 2 പാസ്ത, then you get 2 starters, everything for just 799. So that's like for 2000 rupees. Cheap alla, പക്ഷേ ആ ക്വാളിറ്റിക്ക് ഇറ്റ്സ് റിയലി ഗുഡ് ആൻഡ് ഇറ്റ്സ് വെരി ഗുഡ് റിവ്യൂസ്. അപ്പൊ നമുക്ക് രാത്രി ഇറ്റാലിയൻ പിടിക്കാം. എന്തൊക്കെ കഴിച്ചു? ജാപ്പനീസ് കഴിച്ചു, കഫേ കഴിച്ചു, സൂഷി കഴിച്ചു, ഇപ്പൊ ഇറ്റാലിയനും ഫ്രഞ്ച് ക്യൂസീൻ. അല്ല, വാശിപ്പുറത്തല്ല. സാധനങ്ങൾ വന്നിട്ടുണ്ട്. ഫസ്റ്റ് തന്നെ ഗാർലിക് ബ്രെഡ്. നല്ല പോർഷൻ ഉണ്ടല്ലോ. ഇത് ട്രഫിൾ ഫ്രൈസ് ആണ്. യു ലൈക്ക്. ഒന്ന് കഴിച്ചു നോക്കണം. ഇത് ഫ്രൈസ് കുറച്ച് മയോലും മുക്കി. നല്ല മയോ കണ്ടിട്ട്. എന്താ സൂപ്പർ അല്ലേ? ട്രഫിൾ ഫ്രൈസ്. ഇത് ചിക്കൻ വിത്ത് മഷ്റൂം സോസ്. ആ ഗ്രേവി തന്നെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അതിനൊക്കെ റിസോർട്ട് ഓലിവ് ഓയിൽ റിസോർട്ട് ഓൺ ടോപ്പ്, മഷ്റൂം. ഇതിനാണ് ശരിക്കും ഉമാമി ഫ്ലേവർ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ല ഉമാമി ഫ്ലേവർ. ഒരു രസം എന്ന് പറഞ്ഞില്ലേ അന്ന്, ഒരു മൗത്ത് ഫുൾ ആവുന്ന ഒരു ഫീലിംഗ്, ഒരു സാറ്റിസ്ഫാക്ഷൻ. അതാണ് രസം. അല്ല ആക്ച്വലി ഏകദേശം ആ രസം കുടിക്കുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലേ, അതിനാണ്. ഗാർലിക് ബ്രെഡ് നല്ല ഫ്ലേവർ ഉണ്ട്, പക്ഷെ കുറച്ച് ഡ്രൈ ആണ്. ഐ തിങ്ക് കുറച്ചും കൂടെ അവരൊരു ഒലിവ് ഓയിൽ പോലെ ഇവിടെ വെച്ചായിരുന്നെങ്കിൽ അത് ഒഴിച്ച് കഴിച്ചെങ്കിൽ അടിപൊളിയാണ്. ഫ്ലേവർ വൈസ് ഇറ്റ്സ് റിയലി ഗുഡ്. കുറച്ച് റസ്കിന്റെ പോലത്തെ ഒരു ടെക്സ്ചർ ആയിട്ടുണ്ട്. എനിക്കിഷ്ടമാണ്. ഇറ്റ്സ് ക്രിസ്പി. പക്ഷെ കുറച്ച് ഒലിവ് ഓയിലും കൂടെ ഒഴിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ സൂപ്പർ ആയാലും. കാരണം ഞാൻ ഫ്രൈസ് ഒക്കെ അത്ര അടിപൊളി ആയതുകൊണ്ട് കേട്ടോ. ഇതുണ്ടല്ലോ മഷ്റൂമിന്റെ ഓയിലും കണ്ടിട്ടിട്ടുണ്ട്, ട്രഫിൾ ഓയിൽ ഇട്ടിട്ടുണ്ട്. ദാറ്റ്സ് വൈ ഇറ്റ്സ് സോ ഗുഡ്. മഷ്റൂം എന്തിലൊക്കെ ആഡ് ചെയ്യുന്നു, ദ ടേസ്റ്റ് ഇസ് ഡിഫറെൻറ്റ്. ട്രഫിൾ ഓയിൽ എന്ന് പറഞ്ഞ സാധനം പിസ്സയിലാണെങ്കിലും പാസ്റ്റയിലാണെങ്കിലും എന്തിനു വന്നാലും അതൊരു 2 times ബെറ്റർ ആവും ടേസ്റ്റ്. ഈ ഫ്രഞ്ച് ഫ്രൈസിന്റെ ടേസ്റ്റ് കണ്ടില്ലേ, ഒരു മീറ്റി സാറ്റിസ്ഫാക്ഷൻ ടേസ്റ്റാ. അടിപൊളി. നൈസ് മായോ. മാത്രം കഴിക്കാം. നൈസ് കെച്ചപ്പ്. ഇല്ല, അതിന്റെ ഫ്ലേവറാണ്. റിസോട്ടോ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഹോപ്പ്ഫുള്ളി എനിക്ക് ആ ഫ്ലേവർ മനസ്സിലിരിക്കുന്നുണ്ട്. അത് തന്നെ കിട്ടുമോ നോക്കട്ടെ. ഓ, പ്രിയക്ക് മഷ്റൂം ഇഷ്ടമല്ലാത്ത ആളാണ്. ഇതൊരെണ്ണം കഴിക്കും. മഷ്റൂം പോലും ഞാൻ തരുന്നില്ല കേട്ടാ. മഷ്റൂമിന്റെ ഫ്ലേവറുള്ള റൈസ് മാത്രം. മഷ്റൂം കൂടെ ഇട്ടാൽ ഇന്നങ്ങാട്ടി ഫ്ലേവർ ആയിരിക്കും. അത് മാത്രം കഴിച്ചു നോക്ക്. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, ആ ട്രഫിൾ ഓയിൽ വന്ന എന്ത്. Never ever miss a chance to have something with truffle oil. It is that delicious. Give it to me. It has every good flavor what you can imagine. അത്ര എനിക്ക് പറയുള്ളൂ. റിസോട്ടോ ഇസ് അൽഡെൻറ്റെ എന്ന് പറഞ്ഞാൽ റൈസ് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ കുഴഞ്ഞിട്ടില്ല.
ആ സമയത്ത് കുറച്ച് ഇതുപോലെ ആൽമണ്ട്സ് ഒക്കെ മുകളിൽ ഇട്ടിട്ടുണ്ട്, ഒലിവ് ഓയിൽ ഡ്രിസിൽ ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് സോ റിച്ച് ആൻഡ് ഇന്റൻസ്. ഇറ്റ്സ് ആബ്സല്യൂട്ട്ലി ഡെലിഷ്യസ്. ആൻഡ് ദ കാർബോണാറ മൈറ്റ് ബി ഈവൻ മോർ ഡെലിഷ്യസ്. ഓ, കാർബോണാറയിലെ എഗ് ഇത് എങ്ങനെയാ വരുന്നത് കേട്ടാ. ഓ, ദിസ് ഈസ് ഗോയിങ് ടു ബി ഈവൻ മോർ ഹെവൻലി. ഓ വാവ്, പുകയൊക്കെ പറക്കുന്നോ? ഓ പറക്കട്ടെ, എല്ലാം പറക്കട്ടെ. കഴിക്കുമ്പോ പറന്നു പോവും. എന്റെ അമ്മോ, this is going to be really good. എന്തൊരു ഡിസ്കവറി ഇപ്പൊ ഈ സ്ഥലം. കഴിക്ക്. ചൂടാ. You eat, describe it, then I eat. Okay, done. So carbonara, I don't want even the chicken. എനിക്ക് ഇതിന്റെ ഒരു ഫ്ലേവർ ആണ് അറിയേണ്ടത്. മുട്ടയല്ല, ഇത് ചീസും പാസ്റ്റയുടെയും എഗിന്റെ ഒക്കെ. Actually, it hasn't blown me away. It's really good. Everyone will like it. പക്ഷെ ശരിക്കുള്ള ഒരു കാർബണേരയ്ക്ക് ചീസിന്റെ ടേസ്റ്റ് ആ ഫ്രണ്ടിൽ നിൽക്കണ്ടേ. ഇത് കുറേയും കൂടെ സോസിനെസ് ആണ് വരുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ഒരു സ്പെഗറ്റി പോലെയാണ്. പക്ഷെ ക്വാളിറ്റി ഓഫ് ദ സ്പെഗറ്റി ഈസ് റിയലി ഗുഡ്. പക്ഷെ റിയൽ ഇറ്റലിയിലൊക്കെ ഞങ്ങൾ പാസ്ത കഴിക്കുമ്പോൾ ചീസും പിന്നെ ഡ്രൈ ആയിരിക്കും. ഒലിവ് ഓയിൽ, ചീസ്, പിന്നെ കുറച്ച് ബേക്കണിന്റെ ഫ്ലേവർ ഇസ് എ മസ്റ്റ്. ആൻഡ് ഒലിവ് ഓയിൽ, ബേക്കൺ, ചീസ്, ഇത് മൂന്നിന്റെ ഫ്ലേവറാണ് കൂടുതൽ കിട്ടുന്നത്. പാസ്ത ഇസ് ജസ്റ്റ് സപ്പോർട്ടിങ് ദാറ്റ്. ഇത് പക്ഷേ ഒരു ക്രീമി ഗാർലിക് സോസിന്റെ ഫ്ലേവറാണ്. നമ്മുടെ നാട്ടിലൊക്കെ മുട്ടയൊക്കെ വളരെ ലൈറ്റ് ആയിട്ടേ ഉള്ളൂ. It's extremely delicious, but not the authentic spaghetti, but risotto ആണ്. Risotto ആണ്. എനിക്ക് സോസ് ഒന്ന് ടേസ്റ്റ് ചെയ്യണം ഗ്രിൽ ചിക്കൻ്റെ. ഇത് മൈൻഡ് ബ്ലോയിങ് ആയിരിക്കും. മഷ്റൂം സോസാ. ഓക്കെ, ഇതില് ഞാൻ സോസ് ഒന്ന് കംപ്ലീറ്റ്ലി ഒഴിക്കുവാണ്. പക്ഷെ ഇതെനിക്ക് ഫോക്ക് വെച്ച് കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നടക്കില്ല. അത് നമുക്കൊന്നും എനിക്കൊന്നും അറിയില്ല ഈ ഗ്രിൽ ചിക്കൻ കഴിക്കാൻ. ബട്ട് ലെറ്റ് മീ ജസ്റ്റ് ക്രിസ്പി സ്കിന്നിന്ന് ഇതെടുത്ത്, നമ്മുടെ ഒരു ഗ്രിൽ ചിക്കനാണ്, എടുത്ത് ഇത് ഈ സോസിലൊന്ന് പിടിച്ച്. ഓ ഹെവൻലി. ഈ ഇൻഫ്യൂസ് ചിക്കൻ എന്നൊക്കെ പറഞ്ഞു വെക്കില്ലേ, അതിനൊക്കെ കാട്ടി. ഇറ്റ്സ് ക്രീമി, ഇറ്റ്സ് മഷ്റൂമി, ചിക്കൻ ഇസ് മോയിസ്റ്റ്, ആബ്സല്യൂട്ട്ലി ഗോർജിയസ്. ക്രീമുണ്ട്, പെപ്പറിൻ്റെ ഫ്ലേവർ ഉണ്ട്, മഷ്റൂമിൻ്റെ ഉണ്ട്. ഹോൾസം. ഞാൻ പറഞ്ഞു ഇന്ന് കഴിച്ച എല്ലാം സ്റ്റാൻഡ് ഔട്ട് പ്ലേസസ് ആണ്. ദിസ് ഇസ് അമേസിങ്. ഇങ്ങനത്തെ ഫുഡ് ഇഷ്ടമാണെങ്കിൽ ധൈര്യത്തോടെ വന്നോ.